കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ ഭാഗമായ ചിത്രപ്രദർശനം ശ്രദ്ധേയമാവുകയാണ്. നാടകങ്ങളുടെ രത്നച്ചുരുക്കങ്ങളാണ് ചിത്രങ്ങളായി പ്രദർശനത്തിൽ നിറഞ്ഞിരിക്കുന്നത്. നാടക പ്രവർത്തകൻ വിജേഷിന്റെ വേർപാടിനിടയിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സ്മരണയാവുകയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ 16ാം പതിപ്പിലെ ചിത്രപ്രദർശനം വേറിട്ട അനുഭവമാകുന്നു. അരങ്ങിലെത്തുന്ന നാടകങ്ങളെ വരയിലൂടെ ക്യാൻവാസുകളിൽ ഒതുക്കിയിരിക്കുകയാണ്. നാടകപ്രവർത്തകൻ വിജേഷിന്റെ ആകസ്മിക വിയോഗം വലിയ വിടവ് വരുത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രദർശനത്തിൽ നിറയുകയാണ്. നാടകങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് വിജേഷിന്റെ ക്യാൻവാസുകളിൽ വിരിഞ്ഞത്. വിജേഷ് കോഴിക്കോട് എന്ന അനശ്വര കലാകാരൻ സ്വന്തം നാടകത്തിലൂടെ പൂർത്തീകരിക്കാൻ പറ്റാത്ത ചില മുഹൂർത്തങ്ങളെയാണ് ഇവിടെ ഈ ചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങളുടെ പല ആശയങ്ങളും ഈ ചിത്രങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഈ ഇറ്റ്ഫോക്കിൽ ഇവിടെ നാടകപ്പാട്ടുമായി ബന്ധപ്പെട്ട് മാവിൻ്റെ ചുവട്ടിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. നാടകത്തെ ജനകീയമാക്കിയ ബാദൽ സർക്കാരിന്റെ നാടകങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഇറ്റ്ഫോക്കിന്റെ പ്രദർശനത്തിൽ ഇടം നേടിയിട്ടുണ്ട്. നാടകങ്ങൾക്ക് സ്റ്റേജ് ഉപകരണങ്ങളെക്കാൾ അഭിനേതാവിന്റെ ശരീരത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നാണ് ബാദൽ സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. ഓരോ ചിത്രങ്ങളും നമുക്ക് ഒരുപാട് മീനിങ്സ് നൽകുന്ന വളരെ ഡീപ്പായിട്ട് മീനിങ്സ് വരുന്ന ചിത്രങ്ങളായിരുന്നു. അതുപോലെ തന്നെ സജീവ് സാറിൻ്റെയും അതുപോലെ ഗോപാൽ സാറിൻ്റെയും പിക്ചേഴ്സും ഇതുപോലെ തന്നെയാണ്. ഓരോ പിക്ചേഴ്സും വളരെയധികം വ്യത്യസ്തമാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകോത്സവങ്ങളിലൊന്നായ ഇറ്റ്ഫോക്കിലൂടെ ലോകരാജ്യങ്ങളിൽ ചർച്ചയായ നിരവധി നാടകങ്ങളാണ് എത്തുന്നത്. 9 വിദേശ നാടകങ്ങളടക്കം 23 നാടകങ്ങളുടെ അവതരണമാണ് ഇറ്റ്ഫോക്കിൽ അരങ്ങേറുക. അമൃത ന്യൂസ്, തൃശൂർ.